എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു സ്ഥലം വരെ പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും ആ സ്ഥലം ഒന്ന് കാണിക്കാമെന്ന്. എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ചധികം നാൾ മുമ്പ് വന്നൊരു കമൻ്റ് ആയിരുന്നു, ഇവിടുത്തെ ഒരു ലാപ്ലാജ് എന്ന് പറഞ്ഞ സ്ഥലം വീഡിയോ എടുത്ത് നിങ്ങൾ ഇട്ടോളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പലവട്ടം അങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നും ഞാൻ ലക്കീനെയും കൊണ്ടിട്ട് കളിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ഒരു ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതുവരെ ആഫ്രിക്കയിലത്തെ ബീച്ച് കണ്ടിട്ടില്ലല്ലോ. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ളൊരു ബീച്ചായിരിക്കില്ല ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോണത്. ബീച്ച് എന്നാണ് പൊതുവെ എല്ലാവരും പറയുക, അതുകൊണ്ടാണ് ഞാൻ ബീച്ച് എന്ന് പറഞ്ഞത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ആരും ചീത്ത വിളിക്കരുത്, ഇതാണോ ബീച്ച് എന്ന് വെച്ചിട്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് പിള്ളേർക്ക് അവിടെ കളിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയല്ലോ. അപ്പം ഞാൻ ലക്കി, ലച്ചു, ആദരേച്ചി കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ പിള്ളേർ കളിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊരു ടൈം പാസ് വേണ്ടേ. അപ്പോൾ അവിടെ നിന്ന് കാണാം. എനിക്കിന്നൊരു തലവേദന ഉണ്ട്, അത് കാരണം ഞാൻ എൻ്റെ സൺഗ്ലാസ് എടുത്ത് വെച്ചു. അപ്പോൾ ബാക്കിൽ കൂടെ ലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കിൽ കൂടെ ലച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പൊളിക്കും അല്ലേ ലച്ചു? കളിക്കാനുള്ള സാധനങ്ങൾ ഫുള്ളും ലക്കിയുടെ ബാഗിലുണ്ട്. എന്നിട്ട് കാണിക്ക്. ലക്കി ഓക്കെ, ലക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവർ രണ്ടെണ്ണം പോയിട്ട് അവിടെ കളിയാണ്. അല്ല, കളിക്കാൻ പോലെ നമ്മള് ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവല്ലേ? എന്താ സ്നേഹം. കുറച്ച് നേരത്തേക്കുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ രണ്ട് നല്ല അടിയായിരിക്കും. ഇപ്പൊ ഈ സ്നേഹം നോക്കണ്ട. സ്നേഹാണല്ലേ? ഓക്കെ, ഈ ലച്ചുവിന് നാണായി. ഞങ്ങളൊരു 4:30 ആയപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനൊരു 6 months കഴിഞ്ഞിട്ടാണ് ശരിക്കും നാട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ഭയങ്കരമായൊരു മാറ്റം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോഴായാലും നമ്മൾ വീട്ടിലിരിക്കുമ്പോഴായാലും എങ്ങോട്ട് നോക്കിയാലും അവിടെ ഏതെങ്കിലും ഒരു ബിൽഡിങ് പുതിയതായിട്ട് പൊന്നുന്നുണ്ടാവും. അത്രമാത്രം ബിൽഡിങ്ങും അത്രമാത്രം മാറ്റങ്ങളിവിടെ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ മണിക്കൂട്ടനൊക്കെ എടുത്ത് നമ്മളിതിനെ അവിടെ എത്തി ഏറെക്കുറെ. അപ്പോൾ ഇവിടെ എൻട്രൻസിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ നിറയെ ആൾക്കാർ നിൽക്കണേന്ന്, എന്തിനാ വഴി കൂടെ പോകുന്നത്, ഏണി വലിച്ചെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല. ചിലപ്പോൾ ഓരോന്ന് പറയാനൊക്കെ തുടങ്ങും. എനിക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ചെറുതായിട്ട് ഒരാളെയൊക്കെ കേട്ടു കേട്ടോ. ഇതിന് വീഡിയോ എടുക്കുന്നുള്ള രീതിയിൽ അവരത് ഇതായി. അപ്പോൾ എന്തിനാ ഏണി വലിച്ചെടുക്കുന്നത് വെച്ചിട്ട് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. അപ്പോഴാണ് കാണുന്ന ഒരു വഞ്ചിയിൽ ഒരാളിങ്ങനെ തുഴഞ്ഞു പോണത്. എന്ത് തടിയാണ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. വീഡിയോ സൂം ചെയ്തപ്പോഴാണ് അടുത്ത് കണ്ടത് കേട്ടോ. കുറച്ച് ദൂരെയാണ് കേട്ടോ അത് തുഴഞ്ഞു പോകേണ്ടതിന്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു ബീച്ച് എത്തിയിട്ട്, അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നമ്മൾ ഈ ആഫ്രിക്കയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലുബുംബാഷ ഉള്ളവർക്ക് പലർക്കും മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാവുമായിരിക്കും, നമ്മൾ പ്ലാജില പോകണമെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം നാട്ടിൽ നിന്ന് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവരും മനസ്സിലുള്ള അത് തന്നെയായിരിക്കും. പക്ഷെ നിങ്ങളാ കാണുന്ന ബീച്ചല്ല ഞങ്ങളുടെ ബീച്ച്, അത് ഞാൻ മുൻകൂട്ടി തന്നെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി എന്ന് പറയും. നിങ്ങൾ ഈ മണ്ണ് കണ്ടോ? ശരിക്കും ബീച്ചിൻ്റെ മണ്ണ് പോലില്ലേ? ഇതാണ് ഞങ്ങളുടെ ബീച്ച്. ഇതിൽ പലർക്കും ചിലപ്പോൾ കാണുമ്പോൾ ഇതോ ബീച്ച്, കടലെവിടെ എന്ന് തോന്നും. ഇവിടെ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു പ്ലാജിൽ, ഈ ഒരു ഏരിയയിൽ ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ തൊട്ടപ്പുറം സ്വിമ്മിങ്ങിനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ പല ചെറു ആക്ടിവിറ്റീസും ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു വെള്ളമണ്ണ് കാണുന്ന സ്ഥലത്താണ് ബീച്ച് എന്ന് പറയാം. ഇതിൽ നമ്മുടെ ഇവിടെ ബീച്ചൊന്നും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ആഫ്രിക്കയാണ്, അതിൻ്റെ സെൻട്രലായിട്ട് തന്നെയാണ് കറക്റ്റ് നമ്മൾ വരിക. അത് കാരണം നമ്മുടെ അടുത്ത് ബീച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ കായലും പുഴ അങ്ങനത്തെ ഒക്കെ രീതിയിലുണ്ടെന്ന് മാത്രം. പിന്നെ ഇവിടെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഒരു ശനി ഞായർ ദിവസങ്ങളൊക്കെ ഇവിടെ അടിപൊളി തിരക്കായിരിക്കും കേട്ടോ. നല്ല തിരക്കായിരിക്കും, നിറയെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കണ പല വീഡിയോസ് ഞാൻ മുന്നെടുത്തതുണ്ടാവും. അന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ കളിക്കാൻ പോയ ദിവസം എടുത്തതുണ്ടാവും. പല ദിവസം എടുത്ത വീഡിയോസാട്ടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ബീച്ചിന് ഞാൻ ഈ വെള്ളം മണ്ണുണ്ട് ഈ ഒരു സ്ഥലത്താണ് ബീച്ച് പോകാമെന്ന് പറയും. ഇവിടെ പറയാം പ്ലാജിൽ ബീച്ചിൽ പോയി അങ്ങനെയൊക്കെ പോയി, അല്ലെങ്കിൽ ബീച്ചിൽ പോയി കളിച്ചു എന്നൊക്കെയാണ് പറയുക. അപ്പോൾ മനസ്സിലായല്ലോ ഞങ്ങളുടെ ബീച്ച് എന്താണെന്ന്. അങ്ങനെ തൊട്ടടുത്ത് ചെറിയൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ശനി ഞായർ അല്ലാത്ത ദിവസങ്ങൾ, ബാക്കി തിങ്കൾ മുതൽ വെള്ളി വരെ ഇവിടെ തന്നെ സ്വിമ്മിങ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസമാണ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അന്ന് വേറെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഒന്നും വരാൻ പറ്റൂല. ബാക്കിയുള്ള എല്ലാ ദിവസവും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശനി ഞായർ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി സ്വിമ്മിങ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അതിനൊക്കെ എൻട്രൻസ് വേറെ ആട്ടോ. അവിടെ വേറെ പൈസയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശനി ഞായറും ദിവസം വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞ് ഇവിടെ നല്ല അടിപൊളി തിരക്കായിരിക്കും. പക്ഷേ ഈ ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റ മനുഷ്യന്മാരുണ്ടാവില്ല. ഇതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് വരുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈവനിങ് ടൈം ആകുമ്പോൾ നടക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും ഈ ശനി ഞായർ ഉണ്ടാവുന്ന തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. ശനി ഞായറൊക്കെ ആകുമ്പം ഇവിടെ പാരൻസ് കുട്ടികളെയും കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് അവർ കുറേ നേരം മണ്ണിൽ നിന്ന് കളിക്കും, മേത്ത് മണ്ണിടുന്നു, അങ്ങനെ പല പല എന്തൊക്കെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ചില ആൾക്കാർ അവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ടാവും, വോളിബോൾ കളിക്കുന്നുണ്ടാവും, പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് ഈ ഒരു ശനി ഞായർ ഇതിൻ്റെ ഉള്ളിൽ. അത് കാരണം പിള്ളേരെ കൊണ്ട് ഇനിയും പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നല്ല രസം. നമുക്ക് പാരൻസിനായാലും നല്ല കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ആയിട്ട് പൊതുവേ പുറത്ത് എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും പൈസ തരാമെന്നൊക്കെ ഒരു ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ ഇപ്പം ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും അങ്ങനത്തെ ഒരു വേറെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളി കാറ്റ് കേട്ടോ, നല്ല അടിപൊളി മഴയ്ക്കുള്ള എൻ്റെ പൊന്നേ, നല്ല അടിപൊളി മഴ. ഫുള്ള് പൊടി, കണ്ണിലൊക്കെ പൊടി പോയി. ദൈവമേ, നല്ല മിന്നലുണ്ട്. ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത്. ഞങ്ങൾ മിന്നല് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കട്ടെ, മിന്നട്ടെ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഞാനൊരു കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എപ്പോഴും ഒരു കല്യാണത്തിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റിസപ്ഷനൊക്കെ വൈകുന്നേരം ടൈമിലാണ്. അപ്പോൾ അതിന് പോകാൻ തോന്നുന്നു. ചെക്കനും പെണ്ണിൻ്റെയും ഡ്രസ്സും പൊക്കി പിടിച്ചാണ് പോണത് അവർ. കല്യാണം കൂടിയിട്ട് പോയാലോ മനു? ഫുഡ് അടിച്ച് പോരാ. ബുക്കാരി ചിക്കൻ ഉണ്ടാവൂടാ, ഫ്രുത്തും ഉണ്ടാവും. നല്ല അടിപൊളി മഴ, അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി. എൻ്റെ പിന്നെ നമുക്ക് ഇത് ഇവിടെ കിട്ടുന്നതുകൊണ്ട്, ഇവിടെ മഴ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ ആ കാര്യം മിസ് ചെയ്യില്ല. നല്ല തണുത്ത കാറ്റ്. ഇവിടെ നോക്കിയേ, നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. കണ്ടോ, നല്ല ഒഴുക്കാണ് വെള്ളത്തിന്. ഇപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഞാൻ കാണുന്നത്. ഇതൊരു ഭംഗിയാ. അങ്ങനെ ചെറിയ ചാറ്റൽ മഴ, നല്ല പൊടിക്കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റും കൂടി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു ഇടിവെട്ടലിൻ്റെ വീഡിയോയും ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കാണുമ്പോൾ പ്രാന്താണെന്നോ? ചില പ്രാന്തുകളൊക്കെ നമുക്ക് ഇപ്പോഴും നമുക്ക് ഏത് ഏജിലും ഉണ്ടാവണം. അതൊരു രസമല്ലോ. അങ്ങനെ ചുമ്മാ അവിടെ രസത്തിന് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ പല സൈഡിലും പല കാര്യങ്ങളും ക്ലോസ് ആയി തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇരുട്ടായപ്പോൾ ഞങ്ങളത് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും